ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് യഹൂദ ആമിക്കായി എഴുതിയ ഹാഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പം അദ്ദേഹം ഒരു ഇസ്രായേലി പോയറ്റാണ്. അപ്പം പോയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. The poem reflects a turbulent time period in which it was written, a time of war and societal upheaval. അപ്പം ടർബുലൻറ്റ് ടൈം എന്ന് വെച്ചാൽ പ്രക്ഷോഭമായ ഒരു കാലഘട്ടം. അപ്പം യുദ്ധത്തിൻ്റെയും സാമൂഹിക പ്രക്ഷോഭങ്ങളുടെയും ഒരു കാലഘട്ടത്തെ പ്രതിഫലിക്കുന്നു. The speaker's desire for love and peace is contrasted with the harsh realities of their surroundings, forcing them to navigate a world where hate and violence prevail. അപ്പോൾ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പോയിറ്റിൻ്റെ ആഗ്രഹം, പക്ഷേ ആ ഹാർഷ് റിയാലിറ്റീസ് അവിടെ തങ്ങി നിൽക്കുന്നത് കൊണ്ട്, അതായത് കഠിനമായ യാഥാർത്ഥ്യങ്ങളും അവിടെ നിലനിൽക്കുന്നത് കൊണ്ട്, വെറുപ്പും അക്രമവും നിലനിൽക്കുന്ന ഒരു ലോകത്ത് സഞ്ചരിക്കാൻ അവരെ അല്ലെങ്കിൽ പോയിറ്റിനെ നിർബന്ധിതനാകുന്നു. അപ്പം ഇസ്രയേൽസും അറബ്സിൻ്റെയും ഇടയിൽ നടന്നുകൊണ്ടിരുന്ന സംഘർഷത്തെ പശ്ചാത്തലമാക്കി എഴുതിയതാവാം എന്നും, അതുപോലെ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ പോയിറ്റിൻ്റെ വ്യക്തിപരമായി ബന്ധപ്പെട്ട സംഘർഷമോ ആകാം ഈ കവിതയിലൂടെ പ്രതിഫലിക്കുന്നത്. ഹാഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ലവ് ദ അതർ ഹാഫ് ദ പീപ്പിൾ ഹേറ്റ് ദ അതർ ഹാഫ്. അപ്പം ലോകത്തിലെ പകുതി ആളുകളും എന്താ ചെയ്യുന്നത്? മറ്റേ പകുതിയെ സ്നേഹിക്കുന്നു. അതുപോലെ പകുതി ആളുകൾ മറ്റേ പകുതിയെ വെറുക്കുന്നു. അപ്പം ഒരു മനുഷ്യസംഖ്യയെ അടിസ്ഥാനപരമായി നമുക്കൊരു 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഇതിൽ ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും മറ്റൊരു വിഭാഗത്തോട് നല്ല സ്നേഹവും അനുകമ്പയും കാണിക്കുന്നെങ്കിൽ, അതേസമയം മറ്റേ വിഭാഗം അവരോട് വെറുപ്പും വിദ്വേഷവും കാണിക്കുന്നു. അപ്പം മനുഷ്യർക്ക് ഒരു ശക്തമായ പോസിറ്റീവ് വികാരവും അതുപോലെ തന്നെ നെഗറ്റീവ് വികാരങ്ങൾക്കും കഴിവുണ്ടെന്ന ആശയം ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈൻ എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡുവാലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ, അതായത് മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ ഒരു ദ്വൈത്തമാണ് കാണിക്കുന്നത്. വിത്ത് ഹാഫ് ഓഫ് ദ പീപ്പിൾ ഫിൽഡ് വിത്ത് എന്താണ്? ലവ്, ആൻഡ് ദ അതർ ഹാഫ് വിത്ത് ഹേറ്റ്. മസ്റ്റ് ഐ ബിക്കോസ് ഓഫ് ദിസ് ഹാഫ്. ഈ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഡിവൈഡഡ് വേൾഡിൽ നമ്മുടെ പോയിറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രഗിളിനെയാണ് സൂചിപ്പിക്കുന്നത്. മസ്റ്റ് ഐ ബിക്കോസ് ഓഫ് ദിസ് ഹാഫ്. അപ്പം നമ്മൾ പറഞ്ഞു, ജനസംഖ്യയുടെ പകുതിയും വെറുപ്പും അക്രമവും നിറഞ്ഞതായി തോന്നുന്ന ഈ ഒരു ലോകത്ത് ജീവിക്കാൻ വരുന്നതിൽ പോയിറ്റിൻ്റെ നിരാശയാണ് ഇവിടെ ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പകുതി രണ്ടാമത്തെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു, അതായത് ഹാഫ് ദ പീപ്പിൾ ഹേറ്റ് ദ അതർ ഹാഫ് എന്ന് പറയുന്നില്ലേ, ആ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു. മസ്റ്റ് ഐ ബിക്കോസ് ഓഫ് ദിസ് ഹാഫ് and that half go wandering and changing ceaselessly like rain in its cycle. അപ്പം മഴയെ ഒരു മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നു ഫോർ ദിസ് കോൺസ്റ്റൻറ്റ് ചേഞ്ച്, അതായത് സ്ഥിരമായ മാറ്റം കാണിക്കാൻ വേണ്ടി. മഴയെന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നു, പിന്നെ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയാം, ഇവാപ്രേറ്റ് ആകുന്നു, പിന്നെ ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് റിട്ടേൺ തിരിച്ച് പിന്നെയും ഭൂമിയിലോട്ട് വരുന്നു. ഒരു കണ്ടിന്യൂസ് സൈക്കിളാണ്. അപ്പോൾ പ്രകൃതിയിലെ മഴയുടെ നിരന്തരം ആ മാറിക്കൊണ്ടിരിക്കുന്ന ചക്രം പോലെ, ആ സൈക്കിൾ പോലെ, പകുതി ആളുകൾ സ്നേഹിക്കുകയും പകുതി ആളുകൾ വെറുക്കുകയും ചെയ്യുന്ന ആ വൈരുദ്ധ്യ ശക്തികൾ കാരണം, അതായത് ആ ഓപ്പോസിറ്റ് ഫോഴ്സസ് നിലനിൽക്കുന്നതിനാൽ ഈ എതിർവശങ്ങൾക്കിടയിൽ, അതായത് 2 വശങ്ങളുണ്ട്, അത് ഹാഫ് പീപ്പിൾ ലവ്, ഹാഫ് പീപ്പിൾ ഹേറ്റ്. അപ്പോൾ സ്ഥിരതയുള്ള ഒരു സ്ഥാനം കണ്ടെത്താൻ നമ്മുടെ പോയിറ്റിന് കഴിയുന്നില്ല എന്നതാണ് ഇതിലൂടെ പറയുന്നത്. മസ്റ്റ് ഐ ബിക്കോസ് ഓഫ് ദിസ് ഹാഫ് ആൻഡ് ദാറ്റ് ഹാഫ് ഗോ വാണ്ടറിങ് ആൻഡ് ചേഞ്ചിങ് സീസ്ലെസ്ലി ലൈക്ക് റെയിൻ ഇൻ ഇറ്റ്സ് സൈക്കിൾ. മസ്റ്റ് ഐ സ്ലീപ്പ് എമംഗ് റോക്സ്. അപ്പം നമുക്കൊരിക്കലും പാറപ്പുറത്ത് കിടക്കാൻ ഒക്കത്തില്ല, അതൊരു കംഫർട്ട് ഫീലിംഗ് നമുക്ക് തരത്തില്ല. അപ്പോൾ ഈ പാറകളിൽ ഉറങ്ങുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പോലെ ആശ്വാസം നൽകാത്ത, എന്നുവെച്ചാൽ അതുപോലെ വെല്ലുവിളി, അത് ചലഞ്ചസ് നിറഞ്ഞതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സാഹചര്യത്തെ നേരിടുന്നതിനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് മസ്റ്റ് ഐ സ്ലീപ്പ് എമംഗ് റോക്സ് എന്നതിലൂടെ സ്പീക്കേഴ്സ് ഫീലിംഗ് ഓഫ് ബീങ് ഫോഴ്സ് ടു ലീവ്, എങ്ങനൊരു ലൈഫ്, ഹാർഷ് ലൈഫ്, അതായത് കംഫർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫീലിങ്ങോ ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്ന അവസ്ഥയാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. ആൻഡ് ഗ്രോ റഗ്ഡ് ലൈക്ക് ദ ട്രങ്ക്സ് ഓഫ് എ ഒലിവ് ട്രീസ്. ഈ ഒലിവ് ട്രീസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് പീസ് അല്ലെങ്കിൽ ലോങ്ങിവിറ്റി, അതായത് സമാധാനം ദീർഘായുസുമായിട്ടാണ് ഈ ഒലിവ് ട്രീകളെ എപ്പോഴും ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഗ്രോ റഗ്ഡ് ലൈക്ക് ദ ട്രങ്ക് ഓഫ് ഒലിവ് ട്രീസ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ,
കഠിനമായ സാഹചര്യങ്ങളെ സഹിച്ച് ഈ കരുത്തുറ്റതും അതുപോലെ പുരാതനമായ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒലിവ് മരക്കൊമ്പുകൾ എങ്ങനെയാണോ സർവൈവ് ചെയ്യുന്നത്, അതുപോലെ വിഭജനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നല്ല സ്ഥിരതയോടെ ജീവിതത്തിലെ ചലഞ്ചസ്, വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്നർ സ്ട്രെങ്ത് വളർത്തിയെടുക്കണമെന്നാണ് കവി പറയുന്നത്. അതുപോലെ ഈ റഗഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്ന പേഴ്സണൽ ഗ്രോത്ത് ത്രൂ എക്സ്പീരിയൻസസ്, അതായത് അനുഭവത്തിലൂടെയുള്ള വ്യക്തിപരമായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. അത് ജീവിതാനുഭവങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങൾ, അതൊരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ രൂപപ്പെടുത്താൻ വേണ്ടി, അതായത് റഗഡ്നെസ് എന്ന് പറയുമ്പോൾ ദ മാർക്സ് ലെഫ്റ്റ് ബൈ ലൈഫ്സ് എക്സ്പീരിയൻസസ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്താ ലാസ്റ്റ് എവിടെ കൊണ്ടെത്തിക്കും? വിച്ച് അൾട്ടിമേറ്റ്ലി ഷേപ്പ് എ പേഴ്സൺസ് ക്യാരക്ടർ ആൻഡ് മേക്സ് ദം മോർ റെസിലിയൻറ്റ്, സ്ട്രോങ്. അവരെ സ്ട്രോങ് ആക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രോ റഗ്ഡ് ലൈക്ക് ദ ട്രങ്ക്സ് ഓഫ് ഒലിവ് ട്രീസ് ആൻഡ് ഹിയർ ദ മൂൺ ബാർക്കിംഗ് അറ്റ് മീ. അപ്പം നമ്മളൊരു ഇഡിയം കേട്ടിട്ടുണ്ട്, ഡോഗ് ബാക്സ് അറ്റ് ദ മൂൺ എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു പ്രൊട്ടസ്റ്റ് ഇൻ വെയിൻ, അതായത് വ്യർത്ഥമായ ഒരു പ്രതിഷേധം എന്നാണ്. ഇവിടെ പക്ഷേ പറയുന്നത് മൂൺ ബാർക്കിംഗ് അറ്റ് മീ. അപ്പം നമ്മുടെ പോയിറ്റിനെ നോക്കി മൂൺ ബാർക്ക് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം സാധാരണമായിട്ട് ശാന്തതയുടെ പ്രതീകമായിട്ടാണ് ചന്ദ്രനെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഇവിടെ പോയിറ്റിൻ്റെ നേരെ കുരയ്ക്കുന്നു എന്നതിലൂടെ മൂണിനൊരു ഹ്യൂമൻ ലൈക്ക് അല്ലെങ്കിൽ ലിവിങ് തിങ് ക്വാളിറ്റീസാണ് കൊടുക്കുന്നത്. അവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പോൾ ബാർക്കിംഗ് എന്നൊരു ആക്ഷൻ അവിടെ ചെയ്തത് കൊണ്ട് മൂൺ ബാർക്കിംഗ് എന്നുള്ളതിലൂടെ ആ ലൈനിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പെർസീവ്ഡ് അഗ്രഷൻ അല്ലെങ്കിൽ മൂണിൻ്റെ ആങ്കർ ടുവേർഡ്സ് എ സ്പീക്കർ, അതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതുപോലെ ഈ ലൈൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രഗിൾ, അതായത് ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞതും അതുപോലെ ഹാർഷായിട്ടുള്ള റിയാലിറ്റീസും നിറഞ്ഞതുമായിട്ടുള്ള തൻ്റെ ചുറ്റിനുമുള്ള ഈ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന പോയറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രഗിളൂടെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ക്യാമഫ്ലാജ് മൈ ലവ് വിത്ത് വറീസ്. ക്യാമഫ്ലാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യുക. അപ്പോൾ ഈ വരികളിലൂടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമവും വിഭജനവും കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ ഉത്കണ്ഠയും ഭയങ്ങളും നിലനിൽക്കുന്നതിനാൽ കവിക്ക് സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതാണ് പറയുന്നത് ഹൈഡ് മൈ ലവ് വിത്ത് വറീസ്. അപ്പോൾ വറീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻസൈറ്റീസും ഫിയേഴ്സും റിലേറ്റഡ് ടു ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ദ വേൾഡ്, ലൈക്ക് വയലൻസ് ആകാം, ഡിവിഷൻ ആകാം. അത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വിച്ച് മൈറ്റ് മേക്ക് ദ സ്പീക്കർ ഹെസിറ്റൈറ്റ് ടു ഓപ്പൺലി എക്സ്പ്രസ് അഫെക്ഷൻ. കവിക്ക് തൻ്റെ സ്നേഹം തുറന്നു കാണിക്കാൻ ഒക്കുന്നില്ല. ആൻഡ് സ്പ്രൗട്ട് ലൈക്ക് ഫ്രൈറ്റൻഡ് ഗ്രാസ് ബിറ്റ്വീൻ ദ റെയിൽ റോഡ് ട്രാക്സ്. അത് റെയിൽ പാതകൾക്കിടയിൽ പേടിച്ചിരണ്ട മുളച്ചു പൊങ്ങിയ പുല്ല് പോലെ. അപ്പോൾ ഈ ലൈനിലൂടെ എല്ലാം കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിലനിരുന്ന ആ ഒരു ഡിവൈഡഡ് വേൾഡും അതുപോലെ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫും അതുപോലെ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന കവിയുടെ ഇന്നർ സ്ട്രഗിളിനെയുമാണ് ഈ ലൈനിലൂടെ എടുത്തു കാണിക്കുന്നത്. ആൻഡ് സ്പ്രൗട്ട് ലൈക്ക് ഫ്രൈറ്റൻഡ് ഗ്രാസ് ബിറ്റ്വീൻ ദ റെയിൽ റോഡ് tracks and live underground like a mole. ഈ മോൾ എന്ന് പറയുന്നത് ഒരു ആനിമലാണ്. അപ്പോൾ ഈ മോളുകൾ കൂടുതലും മാളങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പം ഈ മാളങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് മുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതിന് പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. അപ്പം അത് ഈ സൂര്യപ്രകാശത്തിൽ നിന്നും അതുപോലെ ഈ വിശാലമായ വൈഡർ എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയിൽ നിന്നുമൊക്കെ വേർപെട്ട് അതിൻ്റെ മാളത്തിൽ വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇമേജറി എടുത്ത് കാണിക്കുന്നതിലൂടെ കവി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും വ്യക്തിപരമായ പേഴ്സണൽ ടെർമോയിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുകയാണ് ഈ മോളിലൂടെ ഈ അനിമലിനെ കാണിക്കുന്നത്, ഈ ഇമേജറിയിലൂടെ എടുത്തു കാണിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് ഹിഡൻ ഇല്ലെ സെക്ലൂഡഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കുക. എന്തിനാ ലൈഫ് നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർഷ് റിയാലിറ്റീസും കോൺഫിഡൻസും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് റിമെയിൻ വിത്ത് റൂട്ട്സ് ആൻഡ് നോട്ട് വിത്ത് ബ്രാഞ്ചസ്. അപ്പം റൂട്ട്സ് എന്താണ് സിംപ്ലൈസ് ചെയ്യുന്നത്? ഈ വേരുകൾ എന്നത് ഒരാളുടെ പാരമ്പര്യം, വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ട്രൂത്ത്, അതായത് ആഴത്തിലുള്ളതും അടിസ്ഥാനപരവുമായ ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ശാഖകളെന്ന് പറയുമ്പം ബ്രാഞ്ചസ്, അതായത് കാറ്റടിക്കുമ്പോൾ ശാഖകൾ പെട്ടെന്ന് അതനുസരിച്ചുള്ള ഡയറക്ഷനിൽ മാറും, കാറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് മാറും. അപ്പോൾ വേരുകളിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നതിലൂടെ, അതായത്
റിമെയിൻ വിത്ത് റൂട്ട്സ്, വേരുകളിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നതിലൂടെ കവി തൻ്റെ അടിസ്ഥാന സത്യത്തോട് സത്യസന്ധത പുലർത്താനും അത് ബാഹ്യ സമ്മർദ്ദങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കാനുമുള്ള ഒരു പ്രതിബദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ബ്രാഞ്ചസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഔട്ട്വേർഡ് എക്സ്പ്രഷനോ ബിഹേവിയറോ ആണ്. അപ്പം ബൈ ചൂസിങ് ടു റിമെയിൻ വിത്ത് റൂട്ട്സ് the speaker is expressing a commitment to staying true to his core self. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടും അതിൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് കെയോസ്, അതുപോലെ നെഗറ്റിവിറ്റി, വേർഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കെയോസും നെഗറ്റിവിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് നോട്ട് ഫീൽ മൈ ചീക്ക് എഗൻസ്റ്റ് ദ ചീക്ക് ഓഫ് ഏഞ്ചൽസ്. അപ്പോൾ ഈ ചീക്ക് എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റിമസി ഇല്ലെങ്കിൽ ഒരു അഫെക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞുകുട്ടിയെ കാണുന്നു, അപ്പോൾ കുഞ്ഞുകുട്ടിയെ കാണുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സെൻസിറ്റീവ് ഏരിയ, അതുപോലെ ഇൻറ്റിമസി, ഒരു അഫെക്ഷനായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്താണ് ചീക്കിനെ പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു സിംബോളിക് ഇമേജറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏഞ്ചൽസ് നമ്മൾ ഡിവൈൻ, സെലസ്റ്റിയൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നോട്ട് ഫീൽ മൈ ചീക്ക് എഗൈൻസ്റ്റ് ദ ചീക്ക് ഓഫ് ഏഞ്ചൽസ് എന്ന് ചോദിക്കുന്നതിലൂടെ കവി പറയുന്നത് ദിവ്യമായ അല്ലെങ്കിൽ ശുദ്ധമായ സ്നേഹത്തിനും ബന്ധത്തിനും വേണ്ടിയുള്ള ആ ആഗ്രഹമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. അപ്പോൾ സ്വർഗീയമായ ഒന്നിനോട് അടുപ്പം അനുഭവിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഈ ഭൗതിക ലോകത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട്, അതായത് ഈ സമാധാനം ഇല്ലാത്ത വയലൻസ് നിലനിൽക്കുന്ന ഈ ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും പൂർണ്ണമായ ഒരു സമാധാനത്തിൻ്റെ ഒരു നിമിഷത്തിനുള്ള ആഗ്രഹമാണ് ഈ വരികളിലൂടെ കവി പ്രകടിപ്പിക്കുന്നത്. Love in the first cave and marry my wife beneath a canopy of beams that support the earth. അപ്പം ലവ് ഇൻ ദ ഫസ്റ്റ് കേവ് എന്ന് സിംബിളൈസ് ചെയ്യുന്നത് ദ മോസ്റ്റ് പ്രൈമൽ ബേസിക് ഫോം ഓഫ് ലവ്, അതായത് കളങ്കമില്ലാത്ത സ്നേഹം. അപ്പോൾ പ്രണയത്തെ ഒരു ആദ്യകാല പശ്ചാത്തലത്തിലൂടെ കാണിക്കുന്നതിലൂടെ കവി സാമൂഹ്യ മാനദണ്ഡങ്ങൾ ഇതുവരെ സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് കേവ് ഡ്വെല്ലിംഗ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം ഫസ്റ്റ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ആ ഒരു സമയത്തുള്ളതാണ് ഈ കേവ് ഡ്വെല്ലിംഗ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ലൈനിലൂടെ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഐഡിയ ഓഫ് ലവ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് നാച്ചുറൽ സ്റ്റേറ്റ്, അതായത് ഒരു പ്രണയത്തെ സൂചിപ്പിക്കുന്നു. അത് എങ്ങനത്തെ പ്രണയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മാനദണ്ഡങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു പ്രണയത്തെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ദിസ് പ്രൈമൽ ലവ്, ഈ പ്രൈമൽ ലവ് മൈറ്റ് ബി ലോസ്റ്റ് ഓർ ഒബ്സ്കേർഡ് ഇൻ മോഡേൺ സൊസൈറ്റി. ഈ പ്രൈമൽ ലവ് അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുകയോ ആയിരിക്കാം ഈ മോഡേൺ സൊസൈറ്റിയിൽ എന്ന് കവി പറയുകയാണ്. ആൻഡ് മാരി മൈ വൈഫ് ബിനീത്ത് എ കനോപ്പി ഓഫ് ബീംസ് ദറ്റ് സപ്പോർട്ട്സ് ദ എർത്ത്. ഈ കനോപ്പി എന്ന് പറയുന്നുണ്ടോ, അതായത് ഈ ജൂയിഷ് കപ്പിൾസ് അവരുടെ വെഡ്ഡിങ് സെറിമണിയൊക്കെ നടത്താറുള്ളത്, അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് സെറിമണി സമയത്ത് ഈ ചുപ്പ എന്ന് പറയും, കനോപ്പിക്ക് അവിടെ പറയും ചുപ്പാന്ന്. ആ ചുപ്പയുടെ അണ്ടറിൽ താഴെ നിന്നാണ് ഈ വെഡ്ഡിങ് സെറിമണിയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് നടത്തുന്നത്. അപ്പം ആൻഡ് മാരി മൈ വൈഫ് ബിനീത്ത് എ കനോപ്പി ഓഫ് ബീംസ് ദറ്റ് സപ്പോർട്ട് ദ എർത്ത് എന്നതിലൂടെ കവി പറയുന്നത് ഭൂമിയെ താങ്ങി നിർത്തുന്ന മേലാപ്പ് ബീമുകൾക്ക് താഴെ എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കും. അതായത് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്ന മേലാപ്പ് ബീമുകൾ, ഈ വരി ലോകത്തെ ഒന്നിച്ചു നിർത്തുന്ന അതിശക്തവും സ്ഥിരതയുമുള്ള ഒരു ഘടനയുടെ പ്രതിച്ഛായ ഉണർത്തുന്നുണ്ട്. അതുപോലെ ഈ ഭൂമിയുടെ താങ്ങി നിർത്തുന്ന മേലാപ്പ് ബീമുകൾക്ക് കീഴിൽ എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കവി പറയുന്നതിലൂടെ ഭൂമിയെപ്പോലെ നല്ല ദൃഢവും അത് നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. അതായത് ആഴമേറിയ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു എന്നും പറയാം. അതുപോലെ ഇത് സാധാരണ സ്നേഹം പോലെയല്ല, അതിനേക്കാൾ മറികടന്ന് പ്രപഞ്ചത്തിൻ്റെ ഘടനയുമായി അവരെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ പോയിട്ട് തൻ്റെ ഭാര്യയുമായി ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ വരികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ഒരു പോയറ്റിക് എക്സാജറേഷൻ, അതായത് ഹൈപ്പർബോൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് എന്താണ് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഇൻറ്റൻസിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്പീക്കേഴ്സ് ലവ് ഫോർ ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും സിഗ്നിഫിക്കൻസുമാണ് ഈ പോയറ്റിക് എക്സാജറേഷനിലൂടെ കാണിക്കുന്നത്. അതുപോലെ ആ ഇമേജറിയിലൂടെ ആ കനോപ്പിയുടെ താഴെ കല്യാണം കഴിക്കുന്ന ആ മാരി മൈ വൈഫ് എന്ന് പറയുന്നതിലൂടെ കമ്മിറ്റ്മെൻറ്റും സ്റ്റെബിലിറ്റി, ആ ഇമേജറി കാണിക്കുന്നതിലൂടെ കമ്മിറ്റ്മെൻറ്റും സ്റ്റെബിലിറ്റിയുമാണ് കാണിക്കുന്നത്. അതായത്
എർത്തിൻ്റെ സപ്പോർട്ടിംഗ് ബീമിന് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ടു ഹിസ് വൈഫ്, അതായത് എ പ്രൊമിസ് ടു സ്റ്റാൻഡ് ബൈ ഹെർ ത്രൂ ഓൾ ചലഞ്ചസ്, എന്തൊക്കെ ചലഞ്ചസ് വെല്ലുവിളികൾ നേരിട്ടാലും വൈഫിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു സത്യം ചെയ്യലും ഒരു കമ്മിറ്റ്മെൻറ്റുമാണ് ആ എർത്ത് സപ്പോർട്ടിംഗ് ബീം എന്ന് കൊടുക്കുന്ന ആ ഇമജറിയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. And act out my death always till the last breath and the last words and without ever understanding. അപ്പോൾ ഈ ലാസ്റ്റ് ബ്രത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പുള്ള ആ ലാസ്റ്റ് ആയിട്ടുള്ള ബ്രത്തും, ലാസ്റ്റ് വേർഡ്സ് എന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് പറയാൻ കഴിയുന്ന അവസാനത്തെ വാക്ക്. അപ്പോൾ ഇവിടെ ഒരു എക്സിസ്റ്റൻഷ്യൽ തീം, ഡെത്ത് എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ തീം ഈ ലൈൻസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മരണത്തെക്കുറിച്ച് ഏത് നിമിഷവും നമ്മൾ നഷ്ടപ്പെടാനുള്ള ഈ സാധ്യതയെക്കുറിച്ച് ഒരു അറിവ് ഹ്യൂമണിന് ഉണ്ട് എന്നതും, അതുപോലെ മരണത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത മനുഷ്യനിൽ ഉണ്ട് എന്നതും ഈ ലൈൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വിത്തൗട്ട് എവർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഈ പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പം യുദ്ധത്തിൻ്റെയും നാശത്തിൻ്റെയും അതുപോലെ അതിലകപ്പെടുന്ന ആ യുദ്ധത്തിൻ്റെയും നാശത്തിലും അകപ്പെടുന്ന ആളുകളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ വിട പറയാനോ അല്ലെങ്കിൽ അവരുടെ അവസാന ചിന്തകൾ പ്രകടിപ്പിക്കാനോ അവസരം ലഭിക്കാതെ മരിക്കുന്ന എണ്ണമറ്റ വ്യക്തികളെ ആണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് പുട്ട് ഫ്ലാഗ് പോൾസ് ഓൺ ടോപ്പ് ഓഫ് മൈ ഹൗസ് ആൻഡ് എ ബോംബ് ഷെൽട്ടർ അണ്ടർനീത്ത്. അപ്പം വീടിന് മുകളിൽ കൊടിമരങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ താഴെ ബോംബ് ഷെൽട്ടർ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യ സ്വഭാവത്തിൻ്റെ വിരോധാഭാസമാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഈ വരികളിലൂടെ. ഒരു ദേശീയ സംഘർഷം നിലനിൽക്കുന്ന ആ പശ്ചാത്തലത്തിൽ ആളുകൾ ബാഹ്യമായി കാണാൻ കഴിയുന്ന വിധത്തിൽ സ്നേഹവും അഭിമാനവും പ്രകടിപ്പിക്കാൻ കൊടിത്തൂണുകൾ സ്ഥാപിക്കുന്നു. അതേസമയം ആക്രമണ സാധ്യത ഉള്ളതിനാൽ അവർക്കറിയാം ആക്രമണ സാധ്യത ഉണ്ടെന്ന്, ആ ഭയം നിലനിൽക്കുന്നതിനാൽ അവർ ബോംബ് ഷെൽട്ടറും സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ ഡ്യുവാലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചറാണ് കാണിക്കുന്നത്. നാഷണലിസ്റ്റിക് ഫെർവർ, അതുപോലെ ദേ ആർ അവെയർ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഇറ്റ് ബ്രിങ്. എന്ത് ഡേഞ്ചറാണ് അതിലൂടെ ആ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ അവർക്ക് സംഭവിക്കാം എന്നുള്ളതും അവർക്കറിയാം. അപ്പം ദേ പ്രൗഡ്ലി ഡിസ്പ്ലേയിങ് ദ നാഷണൽ ഐഡൻറ്റിറ്റി while actively preparing for the possibility of war. അപ്പം ഒരു പാരഡോക്സിക്കൽ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ് കാണിക്കുന്നത്, പർട്ടിക്കുലർലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് നടക്കുന്ന പശ്ചാത്തലത്തിൽ. And go out on roads made only for returning and go through all the appalling stations, cat, stick, fire, water, butcher, between the kid and the angel of death. ഈ ലൈൻ റെഫർ ചെയ്യുന്നത് ഒരു ജൂയിഷ് ഫോക്ക് സോങ് ആണ്. ആ ഫോക്ക് സോങ്ങിൻ്റെ പേരാണ് ചത് ഗദയ. അത് ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് അതിൽ നടക്കും. അത് ഈ ചത് ഗദയ എന്ന് പറയുന്നത് ഒരു വൺ ലിറ്റിൽ ഗോട്ട് എന്നാണ് മീനിങ്. അപ്പം അത് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അതായത് ചത് ഗദയ അത് വൺ ലിറ്റിൽ ഗോട്ട് വിച്ച് മൈ ഫാദർ ബ്രോട്ട് ഫോർ 2 സുസിയം. അതായത് എൻ്റെ അച്ഛൻ 2 സുസിയം കൊണ്ട് വാങ്ങിച്ച ചെറിയ ആട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻറ്റ്സ് നടന്നിട്ടേ ഇരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലിറ്റിൽ ഗോട്ടിനെ വാങ്ങിച്ചു. ദ ക്യാറ്റ് കെയിം ആൻഡ് എയ്റ്റ് ദ ഗോട്ട്. ക്യാറ്റ് വന്നു ഗോട്ടിനെ കഴിച്ചു. ദ ഡോഗ് കെയിം ആൻഡ് ബിറ്റ് ദ ക്യാറ്റ്. അപ്പോൾ ഡോഗ് വന്നിട്ട് എന്ത് ചെയ്തു, ക്യാറ്റിനെ കടിച്ചു. വിച്ച് എയ്റ്റ് ദ ഗോട്ട്. ആ ക്യാറ്റ് ആരെയായിരുന്നു കഴിച്ചത്, ഗോട്ടിനെ. അതങ്ങനെ ഇവൻ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ദ സ്റ്റിക്ക് കെയിം ബീറ്റ് ദ ഡോഗ്. അപ്പം ഡോഗിനെ സ്റ്റിക്ക് അടിച്ചു. അതുപോലെ ദ ഫയർ കെയിം ആൻഡ് ബേൺ ദ സ്റ്റിക്ക്. ഫയർ വന്നു സ്റ്റിക്കിന് ബേൺ ചെയ്തു. ദ വാട്ടർ കെയിം ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. അപ്പം വെള്ളം വന്നു, ഫയർ പുട്ട് ഔട്ട് ചെയ്തു. അപ്പം ദാറ്റ് ബേൺ ദ സ്റ്റിക്ക്, ദാറ്റ് ബീറ്റ് ദ ഡോഗ്. ആ പഴയ കാര്യങ്ങൾ പിന്നെയും നമ്മൾ ചെയ്യാനായിട്ട് പറയണം. ദ ഓക്സ് കെയിം ആൻഡ് ഡ്രാങ്ക് ദ വാട്ടർ. ഓക്സ് വന്നിട്ട് ഈ വെള്ളം കുടിച്ചു. ആ വെള്ളം എന്താ ചെയ്തത്, ദാറ്റ് പുട്ട് ഔട്ട് ദ ഫയർ. ആ ഫയർ എന്താ ചെയ്തത്, ദാറ്റ് ബേൺ ദ സ്റ്റിക്ക്. ആ സ്റ്റിക്ക് എന്താ ചെയ്തത്, ഡോഗിനെ ബീറ്റ് ചെയ്തു. ആ ഡോഗ് എന്താ ചെയ്തത്, ബിറ്റ് ദ ക്യാറ്റ്. ക്യാറ്റ് എന്താ ചെയ്തത്, ഗോട്ടിനെ കഴിച്ചു. അതിന് ദ സ്ലോട്ടർ കെയിം ആൻഡ് കിൽ ദ ഓക്സ്. അതായത് ബുച്ചർ വന്നിട്ട് എന്താ ചെയ്തത്, ഓക്സിനെ കില്ല് ചെയ്തു. ദ ഏഞ്ചൽ ഓഫ് ഡെത്ത് കെയിം ആൻഡ് സ്ലൂ ദ ബുച്ചർ. അതായത് കൊന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ ചെയിനായിട്ട് അങ്ങനെ പോവും. അത് കഴിഞ്ഞ് ആരാ വന്നത്, ദ ഹോളി വൺ, ദ ബ്ലെസ്ഡ് ബി വന്നിട്ട് സ്മോട്ട് ദ ഏഞ്ചൽ ഓഫ് ഡെത്ത്. അതായത് ശക്തമായി ഏഞ്ചൽ ഓഫ് ഡെത്തിനെ അടിച്ചു. അപ്പം അത് കഴിഞ്ഞ് ആ ഏഞ്ചൽ ഓഫ് ഡെത്ത് വരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യും. ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്താ ചെയ്തത്, സ്ലൂ ദ സ്ലോട്ടർ ഒരു ബുച്ചർ. ആ ബുച്ചർ എന്താ ചെയ്തത്, കിൽ ദ ഓക്സ്. അങ്ങനെ പിന്നെയും ആ ലിറിക്സ് കണ്ടിന്യൂ ചെയ്ത് ആ ഇവൻറ്റ്സിനെ കണ്ടിന്യൂ ചെയ്ത് ബിഗിനിങ്ങിൽ എന്താണോ സംഭവിച്ചത് അവിടെ കൊണ്ട് നിർത്തും.
ഈ ലൈനിൽ ഈ ഫോക്ക് സോങ് റെഫർ ചെയ്യുന്നതിലൂടെ കവി എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമ സംഭവങ്ങളുടെ ഒരു പരമ്പര സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ മരണസാധ്യതയുള്ള സാഹചര്യത്തിലൂടെ കഷ്ടപ്പാടുകളും നിറഞ്ഞ അല്ലെങ്കിൽ അപകടങ്ങളിലുള്ള ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പാലിംഗ് സ്റ്റേഷൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് സഫറിങ് ആൻഡ് ഹാർഡ്ഷിപ്പ് വൺ മൈറ്റ് എൻകൗണ്ടർ ഇൻ ലൈഫ് വിച്ച് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ചത് ഗദയ ഇമേജറി. അപ്പം ചത് ഗദയിൽ കാണിക്കുന്ന കാറ്റ്, സ്റ്റിക്ക്, ഫയർ ഇങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ ആണെങ്കിൽ ജീവിതത്തിൽ ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയുമാണ് ഈ ഫോക്ക് സോങ്ങിലൂടെ എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില ജൂയിഷ് കമൻറ്റേറ്റേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഈ ചത് ഗദയ എന്നുള്ളത് ഇസ്രയേൽ ദേശം കീഴടക്കിയ വ്യത്യസ്ത രാഷ്ട്രങ്ങളെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത് എന്നും പറയാറുണ്ട്. ഇപ്പം ക്യാറ്റ് എന്നുള്ള വേർഡ് സൂചിപ്പിക്കുന്നത് അസ്ട്രിയ, സ്റ്റിക്ക് പേർഷ്യ, ഫയർ മാസിഡോണിയ, വാട്ടർ റോമൻ എംപയർ, ബുച്ചർ ക്രൂസേഡേഴ്സ്, കിഡ് ജൂയിഷ് പീപ്പിൾ, അതുപോലെ ഏഞ്ചൽ ഓഫ് ഡെത്ത് റെഫേഴ്സ് ടു ഓട്ടോമൻസ്. അതുപോലെ കിഡ് എന്ന് ഈ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നസെൻസും, അതുപോലെ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അൾട്ടിമേറ്റ് എൻഡുമാണ് കാണിക്കുന്നത്. ഹാഫ് ദ പീപ്പിൾ ലവ്, ഹാഫ് ദ പീപ്പിൾ ഹേറ്റ് ആൻഡ് വേർ ഈസ് മൈ പ്ലേസ് ബിറ്റ്വീൻ സച്ച് വെൽ മാച്ച്ഡ് ഹാഫ്സ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അതേ മീനിങ് തന്നെ. പകുതി പേര് സ്നേഹിക്കുന്നു, പകുതി പേര് വെറുക്കുന്നു. അപ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണ് ഈ ഡിവൈഡഡ് വേൾഡിൽ എന്ന് പോയിട്ട് ഒന്നുകൂടെയും ചോദിക്കുകയാണ്. And through what crack will I see the white housing projects of my dreams and the barefoot runners on the sands, or at least the waving of a girl's kerchief beside the mount. അപ്പം ഈ വൈറ്റ് ഹൗസിംഗ് പ്രോജക്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ്, ഒരു മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെ ഈ ക്രാക്ക് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടി ഇൻ അച്ചീവിങ് ദ ഡ്രീം, അത് സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ബുദ്ധിമുട്ടാണ് ക്രാക്ക് എന്നുള്ള വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡ്രീം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡിസയർ ഫോർ എ ബെറ്റർ ഹോം. അത് ഒരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ നീഡിന് മാത്രമല്ല, ഫോർ എ ഡീപ്പ് പേഴ്സണൽ ആസ്പിറേഷൻ, അത് ആഴത്തുള്ള വ്യക്തിപരമായ ഒരു അഭിലാഷം കൂടിയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടിസ്ഥാനപരമായ സ്വപ്നങ്ങൾ പോലും എത്തിച്ചേരാൻ പ്രയാസമുള്ളതായി തോന്നുന്ന ഒരു വിഭജിത ലോകത്ത്, ഒരു ഡിവൈഡഡ് വേൾഡിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താൻ പാടുപെടുന്ന ഒരാളുടെ മനസ്സിൻ്റെ വേദനയാണ് ഈ ലൈനിലൂടെ പറയുന്നത്. അതുപോലെ ഈ ബെയർ ഫുട്ട് റണ്ണേഴ്സ് ഓൺ ദ സാൻഡ് എന്ന് സിംബിളൈസ് ചെയ്യുന്ന ഒരു സെൻസ് ഓഫ് ഫ്രീഡം, അതുപോലെ കണക്ഷൻ ടു നേച്ചർ. അപ്പോൾ ഈ കവിതയിൽ വിവരിച്ചിരിക്കുന്ന അതുപോലെ ലോകത്തിലെ സങ്കീർണതകളും സംഘർഷങ്ങൾക്കും ഇടയിൽ പോയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഉട്ടോപ്യൻ വേർഷൻ ഓഫ് ലൈഫ്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ലൈഫ്, ഒരു ഐഡലൈസ്ഡ് വേ ഓഫ് ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ വരികളിലൂടെയൊക്കെ പറയുന്നത്. ആധുനിക ജീവിതത്തിൻ്റെ ബേർഡനും സങ്കീർണതകളും ഇല്ലാത്ത ഒരു ജീവിതം, അതാണ് കവി ആഗ്രഹിക്കുന്നത്. ഓർ അറ്റ്ലീസ്റ്റ് ദ വേവിങ് ഓഫ് എ ഗേൾസ് കർച്ചീഫ് ബിസൈഡ് ദ മൗണ്ട്. അപ്പം ഈ മൗണ്ട് എന്ന് പറയുന്ന കുന്നുകളാണ്. ഏൻഷ്യൻ ടൈംസിലും മൗണ്ട് എന്ന് പറയുന്നത് എ പ്ലേസ് വെർ പീപ്പിൾ വെർ ബറീഡ്. അപ്പോൾ ഈ പോയത്തിൽ തന്നെ രണ്ട് എൻഡിങ് ആയിട്ട് ചിലർ പറയുന്നുണ്ട്. ഒന്നൊരു ഹാപ്പി എൻഡിങ്, അതായത് തൂവാല വീശുന്ന ഒരു ഗേളിൻ്റെ ഇമേജ് കൊടുത്തുകൊണ്ട് പോയറ്റ് ഡിസയർ ഫോർ ലവ് ആൻഡ് പീസ്, സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പോയറ്റിൻ്റെ ആഗ്രഹം ഇവിടെ കാവ്യാത്മകമായ രൂപത്തിൽ പ്രകടിപ്പിക്കുകയാണ്. വേറൊരു സാഡ് എൻഡിങ് എന്ന് പറയുന്നത് ഈ മൗണ്ട് എന്ന് പറയുന്നത് ഒരു ബറിയൽ പ്ലേസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഗേൾ തൂവാല വീശുന്നു എന്നും കാണിക്കുന്നുണ്ട്. കാരണം ഏൻഷ്യൻ ടൈംസിൽ മൗണ്ട് എന്ന് വെച്ച് കഴിയുമ്പോൾ കുന്ന് എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. മൗണ്ട് എന്ന് വെച്ച് കഴിയുമ്പോൾ ദ പ്ലേസ് വെർ പേഴ്സൺസ് ബറീഡ്. അപ്പോൾ അവിടെ നിന്ന് ആ പെൺകുട്ടി തൂവാല വീശുന്നതിനാൽ അതൊരു സാഡ് എൻഡിങ് ആയിട്ടും ചില ക്രിട്ടിക്സ് പറയുന്നുണ്ട്.